എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും, കേൾക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, വളരെ കാര്യമാകുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ കേരള മോട്ടോർ വെഹിക്കിൾസ് ടാക്സേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടുതലാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനാകുന്ന അടുത്തൊരു സെഷനുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സാവധാനത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടുന്നതാകുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ ഏറ്റവും നല്ലതാകുന്ന രീതിയിൽ കോർത്തിണക്കി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോ കൃത്യമാകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് എന്ന വണ്ണം, നിങ്ങൾക്ക് കൃത്യമാകുന്ന രീതിയിൽ കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്തു എന്ന വണ്ണം ഏറ്റവും നല്ലതാകുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്ത് എന്നോടൊപ്പം എന്ന വണ്ണം കൂടെ കവർ ചെയ്ത് കയറി വരണം. നമ്മളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരള മോട്ടോർ വെഹിക്കിൾസ് ടാക്സേഷൻ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിന്ന് കേവലം നമുക്കൊരു 3 മാർക്ക് ആണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. കേവലം എന്നൊരു വാക്ക് കൊണ്ട് ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കാൻ പോകുന്ന പരീക്ഷയ്ക്കകത്ത് ഉണ്ടാകുന്നതായ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടോ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ കോമ്പറ്റീഷന് ഏറ്റവും നല്ലവണ്ണം നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്ത് പരമാവധിയാകുന്ന മുന്നിലേക്ക് എത്താൻ എന്നുള്ള വണ്ണം നമ്മൾ ശ്രമിക്കുമ്പോൾ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്നൊരു ചിന്ത നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ആ ഓരോ മാർക്കും നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അതായത് ഈ 3 മാർക്ക് എന്ന് പറയുന്നത് കേവലം തള്ളിക്കളയേണ്ടതാകുന്ന ഭാഗമല്ല എന്ന് ഞാൻ പറഞ്ഞു. ചില ആളുകൾക്ക് പെട്ടെന്ന് നമ്മളിപ്പോ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്ന് ബേസിക് ആകുന്ന കുറെ ഭാഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോ എഞ്ചിനാകട്ടെ, അല്ല എങ്കിൽ നമ്മുടെ വണ്ടിയുടെ മൂവ്മെന്റുകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സാധനം, നമ്മുടെ ക്ലച്ച് പോലെയുള്ള സംവിധാനങ്ങളാകട്ടെ, ഇതൊക്കെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടിയതാകുന്ന മേഖലയാണ്. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ടെക്നിക്കലി സൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ ഒരു മേഖല പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ ആ ഒരു മേഖല നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പഠിക്കുന്നു എന്നൊരു ചിന്താഗതി കൂടി നിങ്ങളിൽ ഉണ്ടാവണം. അതിനർത്ഥം എല്ലാവരും പൊതുവായി പഠിക്കുന്നത് എന്തോ അതും ഞാൻ പഠിക്കണം, ഒപ്പം ആർക്കും പെട്ടെന്ന് കടന്നു വരാൻ പറ്റാത്തൊരു മേഖല ഏതാണോ അതും കൂടെ ഞാൻ എന്ത് ചെയ്യണം, കയ്യിലേക്ക് ഒതുക്കണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനമായിട്ട് വേണം നിങ്ങൾ ഇതിനെ കാണാൻ. അതായത് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള, കുറച്ച് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാകുന്ന രീതിയിൽ ഒരു 4-5 മാർക്ക് മുന്നോട്ടേക്ക് നമ്മളെ എത്തിക്കുന്നതാകുന്ന ഒരു ഭാഗമായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു നിയമ സംവിധാനത്തിനെ എന്നുള്ള വണ്ണം നിങ്ങൾ കാണാൻ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയതാകുന്ന കാര്യങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. അവിടെ നിന്ന് നമുക്ക് നമ്മുടേതാകുന്ന പുതിയ കാര്യങ്ങളിലേക്ക് വരാം മക്കളെ. ഓക്കെ, അപ്പോ എല്ലാവരും എന്നോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കൃത്യമായി ഞാൻ പറയുന്നതായ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കഴിയും വിധത്തിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ മാക്സിമം ആകുന്ന കണ്ടന്റുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കൊള്ളാം. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാകുന്ന സെഷൻസുകളെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാം. അതിൽ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാകുന്ന സെഷൻ എന്ന് പറയുന്നത് സെഷൻ 2E എന്ന് പറയുന്ന സെഷൻ. ഏത് സെഷനാണ്? സെഷൻ 2E എന്ന് പറയുന്നതാണ്. അപ്പോ അവിടെ ഞാൻ ഓർത്തു വെക്കാനുള്ളതാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ടാക്സ് സംബന്ധമാകുന്ന കാര്യങ്ങൾ ഒരു വെഹിക്കിളിന്റെ പർച്ചേസ് നടക്കുമ്പോൾ എന്തൊക്കെയാകുന്ന രീതിയിലാണോ സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്തു വെച്ചുകൊണ്ട് ഓർത്തു വെക്കണം ഈ ഒരു ഭാഗത്ത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം എങ്ങനെ ഓർത്തു വെക്കാന്നാ പറഞ്ഞേ. സാധാരണഗതിയിൽ എനിക്കൊരു വണ്ടി വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായി. അതായത് എനിക്കൊരു വെഹിക്കിള് പർച്ചേസ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി. ഞാൻ അതിനുവേണ്ടി പലതാകുന്ന ഷോറൂമുകളൊക്കെ കയറി ഇറങ്ങുമായിരിക്കും. എവിടെ പോയാലും അവിടെ ഇരിക്കുന്ന ആളുകൾ എന്നെ എന്ത് ചെയ്യും, ചിരിച്ചുകൊണ്ട് വെൽക്കം ചെയ്യും. എങ്ങനെയാ ചിരിക്കുന്നത്? എന്ന് പറഞ്ഞുകൊണ്ടാ ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2E എന്ന് പറയുന്നതായ സെഷനിനകത്ത് ഈ കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് 1976 അവിടെ പരാമർശിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന എന്താണ്, പർച്ചേസ് വാല്യൂവുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. എന്തുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്? പർച്ചേസ് വാല്യൂവുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. ശ്രദ്ധയോടുകൂടി എന്നോടൊപ്പം പറഞ്ഞു തരണേ, പർച്ചേസ് വാല്യൂവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം. അപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിഗണിക്കപ്പെടുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, പരാമർശിക്കേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞൂടാ. ഈ അടുത്തിടയ്ക്ക് നേപ്പാളിൽ ഒരു വലുതാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറെ ആപ്പുകളൊക്കെ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു കാര്യം. അതായത് ഉദാഹരണത്തിന് അവിടെ ഒരു 10 ലക്ഷം രൂപ വില വരുന്നതാകുന്ന ഒരു വാഹനം ഒരാൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപയുടെ കൂടെ അവിടെ കൊടുക്കേണ്ടി വരുന്ന ടാക്സും എല്ലാം കൂടെ കഴിച്ച് ഏകദേശം
ഏകദേശം ഒരു 34 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 30+ രൂപ അവിടെ ചെലവാക്കേണ്ടി വരും. അതായത് 10 ലക്ഷം രൂപയുടെ മൂല്യമുള്ള ഒരു കാർ, അതായത് നമ്മൾ ഇവിടെ വാങ്ങുന്ന ഒരു 800 ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വാങ്ങുന്ന ഒരു മാരുതിയുടെ തന്നെ ഇപ്പൊ ഏറ്റവും കുറഞ്ഞൊരു വണ്ടി ഏതാ ഉള്ളത്, നമ്മുടെ വേണ്ട ടാറ്റ നാനോ ആയിക്കോട്ടെ, ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുടെ ചെലവാണ് ആ വണ്ടിക്കുള്ളത്. അത് നേരെ നേപ്പാളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എത്ര രൂപയാവും? 6, 8, 10, 12 ലക്ഷം രൂപ വരെയൊക്കെ പോകും. നമ്മളിവിടെ മൊത്തം ചെലവാക്കുന്ന പൈസയുടെ ഇരട്ടി പൈസയൊക്കെ വരുന്നുണ്ട്. അപ്പോ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടെ അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും അങ്ങനെ ഒരു സംവിധാനം, ടാക്സ് എന്നൊരു സംവിധാനം വരുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഒരു വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ അല്ലേ, വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കേവലം ആ വെഹിക്കിള് ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് എന്ത് മൂല്യം വേണമോ അത് മാത്രമായിട്ടല്ല നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. മറിച്ച് എനിക്ക് ഈ പറയുന്ന കേരളത്തിലെ റോഡിലൂടെ ആ വണ്ടി ഓടിക്കണമെന്നാണെങ്കിൽ ആ റോഡിലൂടെ ഞാൻ ആ റോഡ് ഉപയോഗിക്കുന്നു എന്ന കാരണം കൊണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. പിന്നെ എന്റെ പേരിലേക്ക് ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്റെ പേരിലേക്ക് ആക്കാൻ RTOയിൽ ഞാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഞാൻ പലതരത്തിലുള്ള ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ 2E എന്ന് പറയുന്ന സെഷനിനകത്ത് നമ്മൾ പറയുന്നത് പർച്ചേസ് വാല്യൂ എന്നാണ് അതിന്റെ പേര്. മനസ്സിലായോ? ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞ ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ലെവി ഓഫ് ടാക്സ്. അതായത് ഞാൻ ഈ പറഞ്ഞ ടാക്സുകൾ എന്ന് പറയുന്ന സാധനം ഏതൊക്കെയാകുന്ന രീതികളിലാണ് പരിഗണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് പരിഗണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എത്ര നാൾ കഴിയുമ്പോൾ ഞാനത് പുതുക്കേണ്ടതായിട്ട് വരും, അല്ല അവിടെ ഞാൻ ഈ പറയുന്ന ടാക്സുകൾ അടയ്ക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഒരു കിട്ടുന്നുണ്ട്, ആനുകൂല്യങ്ങളായിട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരും. അതുപോലെ ഗ്രീൻ ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത് ആക്ച്വലി ഈ സെക്കൻഡ്സ് ഈ എന്താ പറയുക, നമ്മുടെ ഈ റിന്യൂവൽ വരുന്ന സമയത്താണ് ഗ്രീൻ ടാക്സിന്റെ പ്രാധാന്യമൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് വരുന്ന സാധനമാണ് എന്ത്, പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് ഇഷ്യൂ ഓഫ് ലൈസൻസ്. ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്നു, അവിടെ ലൈസൻസ് എന്ന് പറയുന്ന സാധനം ഇഷ്യൂ ചെയ്യുന്നു. അത് നമ്മൾ ഇനി എങ്ങനെയാ ഇത്രയും കാര്യങ്ങളെ ഓർത്തു വെക്കുന്നത്? അപ്പോൾ ഈ എന്ന് ഇളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു 3 എന്ന് പറയുന്ന ഒരു സാധനം, നമ്മൾ 3G എന്ന് സാധാരണ പറയാറുണ്ട് അല്ലെ, പറയുമ്പോൾ കുറച്ച് എന്താണ് കാര്യമുള്ള കാര്യമാണെങ്കിലും എന്നാലും നമ്മൾ പറയുക 3G നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോ 3 എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് എന്താ മക്കളെ? 3 എന്ന് പറയുന്നത് നമ്മൾ ചെന്ന് എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിന്റെ പുറത്ത് ഒരുപാടാകുന്ന ചെലവുകളുണ്ട്, ഒരുപാടാകുന്ന ടാക്സ് വരുന്നുണ്ട്, അതായത് ലെവി ഓഫ് ടാക്സ്. ഇനി 3I എന്നുള്ളത് ശരിയാണ്, അതിന്റെ മുകളിൽ ഒരു അധികപ്പറ്റാകുന്ന ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള മറ്റൊരാളെ കൂടി നമ്മൾ അടിച്ചേൽപ്പിക്കുക. അപ്പൊ എന്ത് പറ്റി? അത് ഗ്രീൻ ടാക്സ് എന്ന പേരിൽ നമുക്ക് ഓർത്തു വെക്കാം. കണ്ടോ? അപ്പോ കൃത്യമാകുന്ന രീതിയിൽ ഓർക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് വാല്യൂ ആണ്, പർച്ചേസ് ചെയ്യിപ്പിക്കാൻ. അത് കഴിഞ്ഞ് 3G എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് പൈസ കൊടുക്കേണ്ടതാകുന്ന സാഹചര്യം എന്തൊക്കെയെന്ന് തിരിച്ചറിയുന്ന സമയമാണ്. അതായത് അവിടെ ടാക്സ് ലെവി ചെയ്യുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ ഗ്രീൻ ടാക്സ്, അതായത് ടാക്സ് വേണം, അതിന് മുകളിൽ ഒരു അഡീഷണൽ ടാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തു വെക്കുവാണ് ലെവിയിങ് ഓഫ് ടാക്സ്. ഗ്രീൻ ടാക്സ് എന്ന് പറയുന്ന സാധനം 3Aക്കകത്ത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ വണ്ടി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുക്കും. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? ആദ്യമേ പേയ്മെന്റ് അടയ്ക്കണം. അതിനുശേഷം അടച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ പറയുന്ന പേയ്മെന്റ് അടച്ച് കൃത്യമാകുന്ന രീതിയിൽ എത്ര രൂപയാകും എന്നൊക്കെ തിട്ടം വരുത്തി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാം? അവിടെ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെടാം. ഏത് സാഹചര്യത്തിലാണ് ആ ടാക്സ് ഒഴിവാക്കാൻ സാധിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമേ. അപ്പോ ആദ്യം പറഞ്ഞു വിളിച്ചു കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള പരിപാടി. അപ്പൊ പർച്ചേസ് വാല്യൂ. അത് കഴിഞ്ഞപ്പോൾ അവന്റെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടാക്സ് കുറെ കൊടുക്കാനുണ്ടെന്ന്. അത് കഴിഞ്ഞ് 3A എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ആ ടാക്സ് കൊടുക്കാനുണ്ട്, അത് ഗ്രീൻ ടാക്സും കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ സെക്ഷൻ 4 വന്നപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? അവിടെ എനിക്ക് പൈസ കൊടുക്കാം, കുഴപ്പമില്ല, ഞാൻ വണ്ടി എന്തായാലും ആഗ്രഹിച്ചു പോയി എടുക്കാം. അപ്പോൾ ടാക്സിന് വേണ്ടുന്ന പൈസ ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യുന്നു? ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോഴാണ് എനിക്ക് ചില ഒഴിവാക്കലുകളൊക്കെ ഇതിനകത്തുണ്ടെന്ന് അവർ പറഞ്ഞു തരുന്നത്. അതാണ് ഇവിടെ വരുന്നത് സെക്ഷൻ 5 വരുന്നത്. ഇനി ഈ ഒഴിവാക്കലുകളാകുന്ന കാര്യത്തെ മാറ്റി നിർത്തി നമ്മൾ അടുത്തതിനകത്തേക്ക് വരുമ്പോൾ, എവിടെ 6 വരുമ്പോൾ റീഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റീഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച്. അപ്പോൾ ഒഴിവാക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് റീഫണ്ടും കിട്ടുമെന്ന് പിന്നെ നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ അല്ലേ? ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ
എനിക്ക് അഡീഷണൽ ആകുന്ന രീതിയിൽ കുറച്ച് അഡീഷണൽ ആകുന്ന ഡേറ്റകൾ കൂടി കിട്ടിയപ്പോൾ, അതായത് ടാക്സ് അടച്ച് എനിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തപ്പോൾ നിങ്ങളെ ടാക്സിൽ നിന്ന് എപ്പോൾ ഒഴിവാക്കും എന്ന് അഞ്ചി പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് റീഫണ്ട് വരുന്നതെന്ന് പറഞ്ഞു 6-നകത്ത്. പ്രശ്നം ഇനി എവിടെയാണ് വരുന്നത്? അഡീഷണൽ ടാക്സ് നിങ്ങൾ എപ്പോഴാണ് അടയ്ക്കേണ്ടി വരുന്നത്? ഓക്കെ അല്ലെ? അഡീഷണൽ ടാക്സ് നിങ്ങൾ എപ്പോഴാണ് അടയ്ക്കേണ്ടി വരുന്നത്? അതെവിടെയാ പറയുക? സെക്ഷൻ 7. സെക്ഷൻ 10-നകത്തേക്ക് വരുമ്പോൾ എന്താ? കൈ കാണിച്ചാൽ ആര് വണ്ടി നിർത്തും? വണ്ടി ആര് നിർത്തും? ഓക്കെ അല്ലെ? കൈ കാണിച്ച് ആർക്കാണ് വണ്ടി നിർത്താൻ അധികാരമുള്ളത് എന്ന് പറയുന്നത് 10. സാധാരണഗതിയിൽ എല്ലാവരും വണ്ടി നിർത്താൻ വേണ്ടി എന്താ ചെയ്യുന്നത്? റോട്ടിന്റെ നടുക്ക് കയറിയുന്നോണ്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് കാണിക്കും. എണ്ണി നോക്കേ 10 വിരലില്ലേ എന്ന് ഓർത്താൽ മതി. അപ്പൊ 10 കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വണ്ടി നിർത്തിക്കോണം. സെക്ഷൻ 10-നകത്ത് വണ്ടി നിർത്താനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ള മക്കളെ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ അല്ലെ? അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നിസ്സാരമാകുന്ന ഒരു 4 ആളുകളെ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായ കൂട്ടത്തിൽ ഒരു 4 പേരെ കൂടെ ചേർക്കണം. 11 എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. 2 വരകൾ ഞാൻ വരച്ചു. ഈ 2 വരകൾ എന്തിനെ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 വരകൾക്കുള്ളിലായി എനിക്ക് ഏത് വണ്ടിയും പിടിച്ച് കെട്ടിയിടാം. അല്ലെങ്കിൽ ഈ 2 വരകൾക്കുള്ളിൽ എനിക്ക് ഏത് വണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യണം? പിടിച്ചങ്ങോട്ട് കെട്ടി വെക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വരകളുടെ ഉള്ളിൽ ഈ പറയുന്ന വണ്ടിയെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് എന്താ? സീസ് ചെയ്യാനുള്ള അധികാരം, ഡീറ്റെയിൻ ചെയ്യാനുള്ള അധികാരം, മോട്ടോർ വെഹിക്കിൾ സെല്ല് ചെയ്യാനുള്ള അധികാരം. ഓക്കെ അല്ലെ? ഒന്നുമില്ല, 2 കമ്പെടുത്ത് വെച്ചു, അതിനിടയിൽ വണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പിടിച്ചവിടെ ഇട്ടേക്കുക. സീസ് ചെയ്തു, അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ ആർക്കാണ് ഒരു വണ്ടി വിൽക്കുവാനുള്ള അധികാരമുള്ള അങ്ങനെ കാര്യങ്ങൾ. വണ്ടി ഒരാൾ കൊണ്ടുവന്ന് ഇട്ടിട്ടേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഓടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വിളിച്ചു പറഞ്ഞാൽ ഞാൻ വണ്ടി നിങ്ങൾക്ക് തന്നെന്ന് പറയാൻ പറ്റത്തില്ല. നേരിട്ട് കാണിച്ചാലേ കൊടുക്കാൻ പറ്റും. ഒരിടത്ത് കൊണ്ടുവന്ന് ഇട്ടാലേ കൊടുക്കാൻ പറ്റും. അതാ 2 വരകളുടെ ഉള്ളിൽ എന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി നോക്കേ, സെക്ഷൻ 12 എന്ന് പറയുന്നതിനകത്തേക്ക് വരുമ്പോ അഡീഷണൽ ടാക്സ് പേയബിൾ വെൻ ടാക്സ് നോട്ട് പെയ്ഡ്. അപ്പോ ഈ 12 എന്ന് പറയുന്ന സെക്ഷൻ 12 എന്ന് പറയുന്നതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ടാക്സുകളൊന്നും സമയം കൊണ്ട് അടച്ചിട്ടുണ്ടാവത്തില്ല. കൃത്യമായ സമയത്ത് ടാക്സ് അടയ്ക്കുന്നില്ല എന്നാണെങ്കിൽ അവിടെ ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് ടാക്സ് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് 12 എന്നതിനകത്ത് പറയുന്നത്. ഇനി എന്താ അടുത്തത്? 13-നകത്ത് പറയുന്നത് എമൗണ്ട്സ് റിക്കവറബിൾ ആസ് അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ. അത് കഴിഞ്ഞിട്ട് അത് തൽക്കാലം അങ്ങനെ തന്നെ ഓർത്താൽ മതി. ഇനി ആക്ച്വലി പഠിക്കാനുള്ള 2 പേരാണ്. അവിടെ നമുക്ക് ഹിന്റോ ക്ലൂവോ ഒന്നും വേണ്ട. എമൗണ്ട് റിക്കവറബിൾ ആസ് അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ. അടുത്ത 26-നകത്ത് എന്താണ്? എസ്കേപ്ഡ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ കേട്ടോ. എസ്കേപ്ഡ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പോ സെഷനുകളെല്ലാം പരിചയപ്പെട്ടില്ലേ? കൃത്യമാകുന്ന രീതിയിൽ സെഷനുകളെ എല്ലാം നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? പെട്ടു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ച് പഠിക്കുന്നു. മക്കളെ, എന്ത് സാധനം പഠിച്ചാലും റിവിഷൻ മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. റിവിഷൻ ഇല്ലാതെ നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മളുടെ ഉള്ളിൻ്റെ പല കാര്യങ്ങളും എന്ത് ചെയ്യപ്പെടും? മറന്നു പോകപ്പെടും. അതിനെ കൃത്യമായി ഓർമ്മിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു സാധനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനെ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് നോക്കണം. മക്കളെ, ഇവിടെ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചോദിച്ചതാകുന്ന ചോദ്യം ഈ മേഖലയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? പർച്ചേസ് വാല്യൂമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം എന്താ ഈ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നത്. അല്ലെ, പർച്ചേസ് വാല്യൂ മീൻസ് ദ വാല്യൂ ഓഫ് വെഹിക്കിൾ ആസ് ഷോൺ ഇൻ ദി പർച്ചേസ് ഇൻവോയ്സ്. അതായത് നമ്മൾ ഏതൊരു വണ്ടി വാങ്ങുമ്പോഴും കൃത്യമാകുന്ന ബില്ലുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വണ്ടി പർച്ചേസ് നടത്തുന്നത്. ഡോക്യുമെന്റ്സുകളെല്ലാം എന്തായാലും ഉണ്ടാവും. അവിടെ നമ്മുടെ കയ്യിൽ ഈ വണ്ടിയുടെ മൂല്യങ്ങൾ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ അതിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പേപ്പർ നമുക്ക് തരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അതിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വാല്യൂ ആഡഡ് ടാക്സുകളാകുന്ന ആളുകൾ വരും. അതായത് GST സംബന്ധമാകുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സെൻട്രൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കേണ്ട എന്താണ് ടാക്സുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GST എന്നൊരു സംവിധാനം വന്നതിന് ശേഷം ഈ പറയുന്ന എന്താണ് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ടാക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് വേണ്ടി തനിയായിട്ടും സെന്ററിന് വേണ്ടി തനിയായിട്ടും എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ടാക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഡബിൾ ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ എന്ത് ചെയ്യുന്നില്ല? വാങ്ങുന്നില്ല. തനിത്തനിയാകുന്ന ടാക്സുകളല്ല, ഒറ്റ ടാക്സാണ്. ഇപ്പൊ സ്റ്റേറ്റിന് എന്നാ പറഞ്ഞാൽ ഞാൻ കൊടുത്താലും അത് കൃത്യമാകുന്ന രീതിയിൽ സ്റ്റേറ്റ് അതിന്റെ ഒരു വീതം എങ്ങോട്ടേക്ക് കൊടുത്തോളും? സെന്ററിലോട്ട് കൊടുത്തോളും. ഓക്കെ അല്ലേ? ഇനി അവിടെ എന്ത് വരുന്നുണ്ട്? സെസ് വരുന്നുണ്ട്, കസ്റ്റംസ്, എക്സൈസ് സാധനങ്ങൾ, ഡ്യൂട്ടി വരുന്നുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഈ കസ്റ്റംസ് എന്ന് പറയുന്ന സാധനമേ
ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരു പുതിയ വണ്ടി കൊണ്ടുവരണമെന്നാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പേയ്മെന്റിനെ വിളിക്കുന്ന പേര് എന്തെന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഹോം കൺട്രി ഏതാണോ അവിടെ തന്നെ പർച്ചേസ് ചെയ്ത് അവിടെ തന്നെ സെയിൽ നടത്തുമ്പോഴാണ് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ GST അണ്ടറിൽ കവേർഡ് ആണ് കേട്ടോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ, ഓർ ദ സെയിൽ എമൗണ്ട്, ഇതിപ്പോ എന്താണ്, ഇതിപ്പോ ഞാൻ ആ പറഞ്ഞ എമൗണ്ടുകൾ ഏതൊക്കെ പരിഗണിക്കുമെന്നാ പറഞ്ഞേ. Or the sale amount is shown in the homologation uploaded by the manufacturer in the Parivahan portal administered by the Ministry of Transport and Highways. അതായത് ഇപ്പൊ നമ്മൾ പർച്ചേസ് ഇൻവോയ്സിനകത്തുള്ള മൂല്യം എന്താണ് എന്ന് പരിഗണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടുത്തെ മൂല്യം പരിഗണിക്കാം. ഇപ്പൊ ഏതാകുന്ന ഒരു വണ്ടി ഈ പറയുന്ന ഇന്ത്യൻ നിരത്തിലേക്ക് ഇറങ്ങുമ്പോഴും തോന്നിയ വിലയൊന്നും ആ കമ്പനിക്കാർക്ക് വാങ്ങാൻ പറ്റില്ല. മറിച്ച് കൃത്യമാകുന്ന രീതിയിൽ ഒരു വില, അതിന് ഇതാണ് അതിന്റെ വില എന്ന് ആദ്യമേ സർക്കാരിനോട് പറഞ്ഞ് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് ആ ഒരു സാധനത്തിന്റെ സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെ ആയ കാരണം കൊണ്ട് ആ സെയിൽ എമൗണ്ട് എന്താണ് എന്ന് എവിടെ അവർ കാണിക്കുന്നത്? പരിവാഹനിന്റെ പോർട്ടലിനകത്താണ് കാണിക്കുന്നത്. അതായത് പരിവാഹനിന്റെ പോർട്ടലിനകത്ത് എന്താകുന്ന എമൗണ്ടിനാണോ ആ വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാനെന്നുള്ള രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അധികാരം കൊടുത്തിട്ടുള്ളത്, എത്ര രൂപയ്ക്ക് വിൽക്കാമെന്നാണ് അധികാരം കൊടുത്തിട്ടുള്ളത്, ആ തുക, ഒന്നുകിൽ ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഈ തുക, ഇതിൽ ഏതാണോ വലുത് അതിനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊവൈഡഡ് ദാറ്റ് ഡിസ്കൗണ്ട് ഓർ ദി റിബേറ്റ് ഗിവൻ ബൈ ദ ഡീലർ ടു ദ രജിസ്റ്റേർഡ് ഓണർ ഷാൽ നോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ബിൽ എമൗണ്ട് ഓൺ കമ്പ്യൂട്ടിംഗ് ദ പർച്ചേസ് വാല്യൂ. മക്കളെ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കടയിൽ ചെല്ലുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് എന്റെ കടയിൽ കാര്യമാകുന്ന രീതിയിൽ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്നതായ പ്രോഡക്റ്റിന്റെ വില ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് എന്ത് ചെയ്യണം? ഒന്ന് കുറച്ച് വേണം എന്ത് ചെയ്യാൻ, ഞാനൊന്ന് കൊടുക്കണം. അപ്പോ ആളുകൾ ഇത് അറിയുമ്പോൾ കൂടുതലാകുന്ന രീതിയിൽ എന്റെ അടുത്തേക്ക് വരും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കടയിൽ നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 യൂണിറ്റ്സ് പെർ മന്ത് ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? 5 യൂണിറ്റ്സ് പെർ മന്ത് ആണെന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് സെയിൽ വരുമ്പോൾ വേറെ ഏതൊക്കെയോ സ്ഥലത്ത് പോയി നടത്തേണ്ട കച്ചവടമൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു 10 യൂണിറ്റ്സ് എന്നുള്ള രീതിയിൽ കിട്ടും. ഞാനവിടെ 5 യൂണിറ്റ്സ് മാത്രമായി പരിഗണിച്ചാൽ കിട്ടുന്ന ലാഭം ഈ ഡിസ്കൗണ്ടും കൂടെ കഴിച്ച് എനിക്ക് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ 10 യൂണിറ്റ്സ് കൊടുക്കുമ്പോൾ പ്രൊപ്പോർഷനേറ്റ്ലി എനിക്ക് അതിന്റെ ഡിസ്കൗണ്ട്, എന്റെ സെയിൽ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിലുള്ള സെയിൽ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്ക് പ്രോഫിറ്റും കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ എന്റെ തീരുമാനമാണ് ഒരു ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണോ അതിനകത്ത് നിന്ന് വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, ബിൽ എമൗണ്ടിനകത്ത് ഈ പറയുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം എന്തെന്നാണോ പറഞ്ഞിരിക്കുന്നത് ആ സാധനത്തിന് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ്, ഷാൽ നോട്ട് ബി ഡിഡക്റ്റഡ്. പർച്ചേസ് വാല്യൂ പരിഗണിക്കുന്നത് എന്ത് ചെയ്യില്ല? ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ അവിടെ കൊണ്ടുവരത്തില്ല. ഇനി നമ്മൾ പറഞ്ഞ സാധനം എന്താ? പ്രൊവൈഡഡ് ദാറ്റ്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രൊവൈഡഡ് ദാറ്റ് ദ ടാക്സ് കളക്ഷൻ അറ്റ് ദ സോഴ്സ്. ഈ ടാക്സ് കളക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സർക്കാരിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാറ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാറ് പർച്ചേസ് ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്ന അവസരത്തിൽ സർക്കാരിനെ പോയി ഞാൻ കണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഞാൻ പോയിട്ട്, അല്ലെങ്കിൽ RTO ഓഫീസിൽ ഞാൻ പോയിട്ട് ഞാൻ കാറ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ എടുക്കാൻ പോകുന്ന കാർ ഇതാണ്, ആ കാറിന് എത്ര ടാക്സ് വരുമോ ഞാൻ അത് നിങ്ങൾക്ക് തരട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യാറില്ല? ചെന്ന് തനിയായിട്ട് ചോദിക്കാറില്ല. സംഭവം എന്താ? ഞാൻ കാറ് പർച്ചേസ് ചെയ്യുന്ന അതേ ഇൻസ്റ്റന്റിൽ തന്നെ ആ ഡീലർ കാർ എനിക്ക് ആരാണോ തരുന്നത് അയാൾക്ക് ഞാൻ ആ എമൗണ്ട് കൊടുത്താൽ മതി. അയാൾ അതെന്ത് ചെയ്തോളും? സർക്കാരിലേക്ക് കൊണ്ടുപോയി കൊടുത്തോളും. അതായത് ജസ്റ്റ് ഒരു മീഡിയേറ്റർ എന്ന രീതിയിലാണ് ആര് നിൽക്കുന്നത്? ഈ പറയുന്ന ആ ഒരു ഡീലർ എന്ന് പറയുന്ന ആൾ നിൽക്കുക. ശരിയല്ലേ? അപ്പോ അങ്ങനെയാകുന്ന ടാക്സ് കളക്ഷൻ അറ്റ് ദ സോഴ്സിൽ ഈ ഡബിൾ ടാക്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സിംഗിൾ ടാക്സ് GST ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സാധനം സമയത്തേക്ക് എന്ത് വന്നു? ഈ ടാക്സ് കളക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തു? ഒഴിവാക്കി. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻകം ടാക്സിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു സാധനമായി ടാക്സ് കളക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്ന് നിർത്തി എന്നുള്ളൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതൊരു 2020 കാലയളവിൽ വന്നൊരു മാറ്റമാണ് കേട്ടോ. ഇനി ഈ വർഷം കാര്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്ന് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാരണം മക്കൾ ഇത് ആനുവലി മാറ്റങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അതായത് വർഷാവർഷങ്ങളിൽ ഈ പറയുന്ന ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്നതിനനുസരിച്ച്
അനുസരിച്ചും അല്ലാതെയും ഒക്കെ ആനുവലി പല മാറ്റങ്ങളും ഈ പറയുന്ന ടാക്സേഷൻ ആക്ടിനകത്ത് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന വർഷം എന്ന് വന്നു എന്നൊരു ചോദ്യം ഉണ്ടാവൂല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നത് കേട്ടോ. ശരി, അപ്പോ അങ്ങനെയാകുന്ന വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ഇൻകം ടാക്സസ് പേയ്മെന്റ് ഈ സ്പെസിഫൈഡ് ഇഫ് എനി ഇൻ ദ പർച്ചേസ് വോച്ചർ ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പർച്ചേസ് വാല്യൂ. അപ്പോ ഈ TCS എന്ന് പറയുന്ന സാധനം അല്ലെ ടാക്സ് കളക്ഷൻ അറ്റ് ദ സോഴ്സിന് എന്ത് ചെയ്യില്ല, പർച്ചേസ് വാല്യൂവിന്റെ സമയത്ത് പരിഗണിക്കില്ല. പിന്നെന്താ പറഞ്ഞേ, ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആകുന്ന ഒരു വെഹിക്കിൾ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കട്ടെ, അങ്ങനെ പുറത്തു നിന്നൊരു വിദേശ രാജ്യത്ത് നിന്നൊരു വെഹിക്കിൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഡോഡ്ജ് എന്ന് പറയുന്ന കാറ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആളുകള് എന്താണ് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് ഡോഡ്ജ് എന്നൊക്കെ പറയുന്നതിന്റെ പഴയ ചലഞ്ചർ എന്ന് പറയുന്ന സാധനം. പിന്നെ നമ്മുടെ ഈ മസ്താങ്ങിന്റെ ഒക്കെ തന്നെ പഴയ മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ റിന്യൂഡ് വേർഷൻസ് ഒക്കെ നമുക്ക് പലതും അവൈലബിൾ. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ പല വണ്ടികളും നമുക്ക് അവൈലബിൾ അല്ല. ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ചില ആളുകൾ പ്രത്യേകമായിട്ടുള്ള ടാക്സ് ഒക്കെ അടച്ചിട്ട് ഈ ദുബായ് രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലോട്ട് കുറച്ച് 3 മാസത്തേക്കും 2 മാസത്തേക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സാധനം. അപ്പൊ പുറത്തു നിന്ന് നമുക്കൊരു കാർ അഥവാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന പർച്ചേസ് വാല്യൂ കണക്കാക്കേണ്ടതാകുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എന്താ, ടാക്സ് ഇവിടേക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എത്ര ആകുന്ന ടാക്സ് ഒക്കെ ഇവിടേക്ക് വാങ്ങേണ്ടി വരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് ഒരു വണ്ടി കൊണ്ടുവരുമ്പോൾ ആ വണ്ടിക്ക് കൃത്യമാകുന്ന രീതിയിൽ അതിന്റെ മൂല്യത്തെ കാണിക്കുന്ന ഒരു ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സ് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പർച്ചേസ് വാല്യൂ പരിഗണിക്കാം. ഇനി അതുപോലെ അങ്ങനെ ഒരു പർച്ചേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം അവൈലബിൾ അല്ല എന്നാണെങ്കിൽ, അതായത് ഇപ്പോ എല്ലാ വണ്ടികൾക്കും ഈ പറയുന്ന സാധനം അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ കൃത്യമാകുന്ന ഒരു ഇൻവോയ്സ് അവരുടെ കയ്യിൽ ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഇൻവോയ്സ് ഇല്ല എങ്കിൽ നിലവിൽ ഇതുപോലൊരു വണ്ടി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മൂല്യത്തിലുള്ള ഒരു വണ്ടി ഇതിനു മുമ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് കണക്കാക്കിയ പർച്ചേസ് വാല്യൂ എന്താണോ അതാകും ഈ ഒരു വണ്ടിക്കും എന്ത് ചെയ്യുക, കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞത്. കണ്ടോ, നോൺ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇമ്പോർട്ട് വെഹിക്കിൾസ് ഫ്രം അതർ കൺട്രീസ് ഓർ വെഹിക്കിൾ അക്വയർഡ് ഓർ ഒപ്റ്റൈൻ. അതിനകത്ത് ഒപ്റ്റൈൻ ചെയ്തൊരു വണ്ടി എന്നുള്ളത് പറയുന്നുണ്ട്. അക്വയർ ചെയ്തതോ അല്ലെങ്കിൽ ഒപ്റ്റൈൻ ചെയ്തോ പിടിച്ചെടുത്ത വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്ന ഒരു സാഹചര്യത്തിലൂടെ കിട്ടിയ വണ്ടിയോ ആകുമ്പോൾ അവിടുത്തെ എന്താണ് നമ്മുടെ പർച്ചേസ് വാല്യൂ ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു സാധനം അവൈലബിൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആ ഒരു സെയിം സ്പെസിഫിക്കേഷനകത്തുള്ള ഏതെങ്കിലും വെഹിക്കിൾ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആ മാനുഫാക്ചർ അങ്ങനെ എന്തെങ്കിലും ആകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ അത് കൃത്യമാകുന്ന രീതിയിൽ ഈ കസ്റ്റംസും എക്സൈസും എന്ത് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച രീതിയിൽ അവിടെ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡ്യൂട്ടി എന്ത് ചെയ്യും, ഈടാക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആസ് ദ കേസ് മേ ബി എന്താണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനും ഈ കസ്റ്റംസ് ആൻഡ് എക്സൈസിന്റെ കയ്യിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ.